ഗോരക്ഷാ പ്രവർത്തകരും പ്രാദേശിക സംഘങ്ങളും കന്നുകാലികളെ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല. സംസ്ഥാനത്ത് കന്നുകാലി കച്ചവടവും ഫാമും നടത്തുന്ന സംരംഭകർ ദുരിതത്തിൽ. ഇതര സംസ്ഥാനത്ത് നിന്ന് കന്നുകാലികളെ നിയമപരമായി കൊണ്ടുവരാൻ പോലും കർഷകർക്കും ഫാം ഉടമകൾക്കും സാധിക്കുന്നില്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കന്നുകാലികളെ കൊണ്ടുവന്ന ഫാം സംരംഭങ്ങൾ തുടങ്ങിയ സംരംഭകർ കടുത്ത പ്രതിസന്ധിയിൽ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കന്നുകാലികളെ കൊണ്ടുവരാൻ ഗോരക്ഷാ പ്രവർത്തകരും പ്രാദേശിക സമിതികളും അനുവദിക്കാത്തതാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംരംഭകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. പല ഫാമുകളിലും മൂരുകളില്ല. സംരംഭകരായ കർഷകർക്ക് വലിയ വരുമാനം ഉണ്ടാക്കിയിരുന്ന മുറപ്പോത്തുകളുടെ കൊണ്ടുവരലും വിപണനവും ഏതാണ്ട് നിലച്ച മട്ടാണ്. ഈ മേഖലയിൽ മികച്ച നേട്ടം ഉണ്ടാക്കിയ യുവ സംരംഭകൻ ശൈലേഷ് കൃഷ്ണന്റെ ഫാം ഒഴിഞ്ഞുകിടക്കുകയാണ്. കന്നുകാലികളെ എത്തിക്കൽ വലിയ പ്രതിസന്ധിയാണെന്ന് ശൈലേഷ് പറയുന്നു. പശുക്കടത്തുകാരെ ഇല്ലാതാക്കാനും കണ്ടെത്താനും ആരംഭിച്ച ഗോരക്ഷാ സേനയും പ്രാദേശിക സംഘങ്ങളും ഇപ്പോൾ നിയമപരമായി കൊണ്ടുവരാവുന്ന കന്നുകാലികളെ പോലും കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല. പോത്തിനെയും കാളയെയും ഒന്നും അതുകൊണ്ട് തന്നെ കൊണ്ടുവരാൻ ആവുന്നില്ല. പലയിടത്തും പ്രാദേശിക സംഘങ്ങൾ കന്നുകാലികളെ കൊണ്ടുവരുന്ന സംഘത്തെ ആക്രമിക്കുന്ന സംഭവങ്ങളും നിരവധിയാണ്. പ്രശ്നപരിഹാരത്തിന് നിയമപരമായി കൊണ്ടുവരുന്ന സംരംഭകർക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്നാണ് നിയമമെങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ അത്തരം പിന്തുണ ലഭിക്കാറില്ല എന്ന് ശൈലേഷ് ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ഹരിയാന, മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിലും ഇത്തരം വാഹനങ്ങൾ വ്യാപകമായി തടയുകയും ആക്രമിക്കപ്പെടുകയും പതിവായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ സംരംഭകർ കടുത്ത പ്രതിസന്ധിയിലാണെന്നും ഇവർ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.